പ്രിയപ്പെട്ടവരെ, കർത്താവിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എത്ര മനോഹരവും ലളിതവുമായ വാഗ്ദാനമാണിത്. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നാം ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇന്നും അനേകം വിശ്വാസികൾ കഠിനമായ ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും കഴിയുന്നത്? 5-10 വർഷങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും ആകാശം ഇരുമ്പുപോലെ നിശബ്ദമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവമേ, ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്നിട്ടും എന്തേ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ വേദനയോടെ ചോദിച്ചിട്ടുണ്ടാകാം. ഇന്ന് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന്റെ ആത്മീയ മർമ്മം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിത്തരാം. ഇതിനെ നമുക്ക് യാചനയുടെ ആത്മീയ രഹസ്യം എന്ന് വിളിക്കാം. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ തലമുറകളെപ്പോലും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ദൈവീക സത്യമാണ്. 1. വ്യക്തതയോടെയുള്ള അപേക്ഷ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഉറപ്പായ ഒരു മാർഗനിർദ്ദേശം നൽകുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. ശ്രദ്ധിക്കുക, ലഭിച്ചേക്കാം എന്നല്ല, ലഭിക്കും എന്നാണ് അവിടുന്ന് അരുളി ചെയ്തത്. അങ്ങനെയെങ്കിൽ തടസ്സം നിൽക്കുന്നത് ദൈവമല്ല, മറിച്ച് നമ്മൾ ചോദിക്കുന്ന രീതിയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് കൃത്യതയില്ല. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നാം പൊതുവായി പറയുന്നു. എന്നാൽ എന്താണ് നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹം? ഒരു വലിയ വിരുന്നിന് ചെന്ന് എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരൂ എന്ന് പറഞ്ഞാൽ വിളമ്പുന്നവർക്ക് എന്ത് നൽകണമെന്ന് അറിയില്ല. ദൈവം ക്രമത്തിന്റെയും നിഷ്കർഷയുടെയും ദൈവമാണ്. വഴിയരികിൽ ഇരുന്ന അന്ധനായ ബർത്തിമയൂസിനെ ഓർക്കുക. അവൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ യേശു അവന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ അന്ധനാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. എന്നിട്ടും അവൻ അത് നാവുകൊണ്ട് വ്യക്തമായി ഉച്ചരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ഗുരോ, എനിക്ക് കാഴ്ച ലഭിക്കണം എന്ന് അവൻ പറഞ്ഞപ്പോൾ മാത്രമാണ് അത്ഭുതം നടന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് വ്യക്തമായി പറയുക. ആത്മീയമായ വിവേകത്തോടെ വേണം നിങ്ങൾ അപേക്ഷിക്കാൻ. കടബാധ്യത തീരണമെന്നുണ്ടെങ്കിൽ, രോഗം മാറണമെന്നുണ്ടെങ്കിൽ, മക്കളുടെ ഭാവിയെക്കുറിച്ചാണെങ്കിൽ അത് കൃത്യമായി വള്ളിപ്പുള്ളി വിടാതെ ദൈവത്തോട് ബോധിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിലെ വ്യക്തത ഒരു കാന്തം പോലെ സ്വർഗീയ വിഭവങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. 2. വിശ്വാസത്തിന്റെ പാത്രം വികസിപ്പിക്കുക. ദൈവത്തിന്റെ ഐശ്വര്യത്തെയും കൃപയെയും ഒരു വലിയ സമുദ്രം പോലെ സങ്കൽപ്പിക്കുക. അവിടെ ഒരിക്കലും കുറവുകളില്ല. ഒരാൾക്ക് നൽകിയതുകൊണ്ട് മറ്റൊരാൾക്ക് നൽകാൻ ദൈവത്തിന്റെ പക്കൽ ഇല്ലാതെ വരുന്നില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും ആ സമുദ്രത്തിനടുത്തേക്ക് ചെല്ലുന്നത് വെറുമൊരു ചെറിയ കൈയിലുമായാണ്. ആ ചെറിയ അളവിൽ കിട്ടുന്ന വെള്ളം കൊണ്ട് നാം തൃപ്തരാകുന്നു, അല്ലെങ്കിൽ അത് കുറഞ്ഞുപോയല്ലോ എന്ന് പരാതിപ്പെടുന്നു. ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, മകനേ, മകളെ, സമുദ്രം ഇവിടെ തന്നെയുണ്ട്. നീ എന്തിനാണ് വെറുമൊരു ചെറിയ പാത്രം കൊണ്ടുവന്നത്?